ഇന്നലെ റിപ്പോർട്ടർ ആദ്യം പുറത്തുവിട്ട വാർത്തയായിരുന്നു വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യവിഭവങ്ങൾ കഴിച്ച് രണ്ടുപേർ മരിച്ച വാർത്ത. ആ വാർത്തയിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. ഇപ്പോഴും ഒരു സംശയം, അത് അലർജിയാണോ ഭക്ഷ്യവിഷബാധയാണോ എന്ന കാര്യത്തിലാണ്. ഈ സംശയം അവിടെ നിലനിൽക്കുന്നുണ്ട്. വിഴിഞ്ഞത്തെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ രണ്ടുപേർ മരിച്ചതിൽ വിശദ അന്വേഷണത്തിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. മരിച്ച ഷാജിക്കും കുടുംബത്തിനും പുറമെ അതേ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച മറ്റുള്ളവരെയും നിരീക്ഷിക്കും. മരണകാരണം ഭക്ഷ്യവിഷബാധയാണോ എന്ന് ഉറപ്പിക്കാനായിട്ടില്ല. മരിച്ച ഷാജിയുടെ ഭാര്യ സജിമോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഐസിയുവിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. അതേസമയം ഭക്ഷണത്തിലെ വിഷാംശവും അലർജിയും ജീവനെടുത്തേക്കാമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. എന്നാൽ കൃത്യമായ കാരണമറിയാൻ മരിച്ചവരുടെ ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വരണമെന്ന് IMA റിസർച്ച് സെൽ കൺവീനറും ഗാസ്ട്രോ എൻട്രോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് ജയദേവൻ പ്രതികരിച്ചു. ഫുഡ് പോയ്സണിംഗ് എന്നുള്ള ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭക്ഷണം മൂലമാണ് പ്രശ്നമുണ്ടാകുന്നതെങ്കിൽ അത് ബാക്ടീരിയ മൂലമാകാം, വൈറസ് മൂലമാകാം. ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന ചില വിഷാംശങ്ങൾ അല്ലെങ്കിൽ ആൽഗെ ഉൽപ്പാദിപ്പിക്കുന്ന ചില വിഷാംശങ്ങൾ മത്സ്യത്തിൽ കലരുന്നത് കൊണ്ടാകാം. ചിലപ്പോൾ കഠിനമായിട്ടുള്ള ഒരു പ്രത്യേകതരം അലർജി മൂലവും ഇങ്ങനെ സംഭവിക്കാവുന്നതാണ്. വിഴിഞ്ഞത്തെ സംഭവം ഇപ്പോൾ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. അതേപ്പറ്റി പൂർണ്ണമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ അഭ്യൂഹങ്ങൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ, അരുൺ സോളമൻ ഉണ്ട്. അരുൺ സോളമൻ, വിദഗ്ധരും പറയുന്നത് ഇങ്ങനെ അലർജി വരുമ്പോൾ അത് 2-3 പേർക്ക് ഒരുമിച്ച് അലർജി വന്നു എന്നുള്ളതാണ് അതിനകത്തൊരു അപൂർവതയായിട്ട് പറയുന്നത്. സാധാരണ ഈ അനാഫിലിസിക്സ് എന്ന് പറയുന്ന ഈ അലർജി മൂലമുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അലർജി മൂലമുണ്ടാവുന്ന മരണങ്ങൾ, അതിങ്ങനെ ഒരുമിച്ച് സംഭവിക്കുന്നത് വളരെ അപൂർവമാണ്. പക്ഷേ ഭക്ഷ്യവിഷബാധയാണോ എന്ന് ഇതുവരെയും നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുമില്ല. അന്വേഷണം തുടരുകയാണ്, പരിശോധനയും തുടരുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഹോട്ടലിൽ 10-400 പേർ അന്ന് ഭക്ഷണം കഴിച്ചു എന്നാണ് ഉടമ പറഞ്ഞത്. ഇവരെയൊക്കെ നിരീക്ഷിക്കാനാണോ ഭക്ഷ്യവകുപ്പിന്റെ തീരുമാനം? അരുൺ, തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ നിലവിൽ 2 പേരാണ് അതിദാരുണമായിട്ട് അവിടെ നിന്നും ഭക്ഷണം കഴിച്ച് മരണപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അതിപ്പോഴും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടും അത് ഭക്ഷ്യവിഷബാധയാണെന്ന് സ്ഥിരീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ മരണപ്പെട്ട റഷീദിയുടെയും ഷാജിയുടെയും ആന്തരിക അവയവങ്ങൾ ഇപ്പോൾ ഈ പാത്തോളജി ലാബിലേക്ക് രാസപരിശോധനയ്ക്കായിട്ട് അയച്ചിരിക്കുന്നത്. ഇനി എന്തായാലും ഇതിന്റെ റിസൾട്ട് വരാൻ തന്നെ ഇനി 1 മാസം കാത്തിരിക്കണം എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഈ ഭക്ഷ്യവകുപ്പ് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത് ഇതേ ഹോട്ടലിൽ അന്നേ ദിവസം ഭക്ഷണം കഴിച്ച മറ്റുള്ളവരിലേക്ക് നിരീക്ഷണം വ്യാപിപ്പിക്കുകയാണ്. മറ്റൊന്ന്, ഈ ഹോട്ടലിന്റെ ഭക്ഷണത്തിന്റെ സാമ്പിളുകളും അതുപോലെ തന്നെ ഈ മത്സ്യ നൽകുന്ന ഏജൻസികളിൽ നിന്ന് ഈ മത്സ്യത്തിന്റെ സാമ്പിളുകളും ഇപ്പോൾ ഇന്നലെ തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ഇത് പബ്ലിക് ഹെൽത്ത് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. ഇതിന്റെ പരിശോധനാ ഫലം കൂടി വളരെ വേഗത്തിൽ തന്നെ കിട്ടുമെന്നാണ് നിലവിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കുറച്ചുകൂടി വ്യക്തത ഈ കേസിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ഈ കുടുംബം ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചാൽ തന്നെ ഇപ്പോൾ ഈ മരണപ്പെട്ടിരിക്കുന്ന റഷീദയും ഷാജിയും കഴിച്ചിരിക്കുന്നത് മീൻമുട്ടയും അതുപോലെ തന്നെ കൊഞ്ചുമാണ്. പക്ഷേ ഇപ്പോൾ രക്ഷപ്പെട്ടിട്ടുള്ള ഈ സമീപവാസിയായിട്ടുള്ള കണ്ണനടക്കമുള്ളവർ കഴിച്ചിരിക്കുന്നത് ഈ ചിപ്പിയും കണവയടക്കമുള്ള മത്സ്യവിഭവങ്ങളാണ്. മറ്റ് മത്സ്യങ്ങൾ കൂടി ഇതേ ഹോട്ടലിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഏറെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്, ഇതിൽ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഒരു മണ്ഡലത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഉള്ളത്. അതായത് കോവളം മണ്ഡലത്തിൽ ഉൾപ്പെട്ട വിഴിഞ്ഞം ഹോട്ടലായിട്ടുള്ള അസ്മാക് ഹോട്ടലിന്റെ അടക്കമുള്ള നിരവധി ഹോട്ടലുകൾ ഇതേ സ്ഥലത്ത് തന്നെയുണ്ട്. അടുത്തിടെയായിട്ട് ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട് ധാരാളം ഹോട്ടലുകൾ ഇവിടെ സംശയങ്ങൾ ഇവിടെ വ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ ഇതൊന്നും പരിശോധിക്കാൻ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരില്ല എന്നുള്ളത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം. മറ്റൊന്ന്, ഈ ഹോട്ടൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഈ ഹോട്ടൽ പൂട്ടിയിരിക്കുകയാണ്. ഭക്ഷ്യസുരക്ഷയുടെ രേഖകൾ, വകുപ്പിന്റെ രേഖകൾ ഉണ്ടെങ്കിലും ലൈസൻസ് ഇല്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, താങ്ക് യു. അരുണാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ